നമസ്കാരം, മീനസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൂരാച്ചാറാണ്. അതിന് വേണ്ട മുളക് പൊടി, കുരുമുളക് പൊടി, ചൊറുക്ക, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇതെല്ലാ കണ്ടൻറ്റും നമ്മളെടുത്ത് ആദ്യം വെക്കുക. അതിനുശേഷം അമ്മ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പാൻ നമ്മൾ ചൂടാക്കിയാണ്. പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇത് ഒരു നല്ല രീതിയിൽ പാൻ ചൂടാക്കി വരുന്ന സമയങ്ങളിൽ നമ്മൾ ചൂടായ ശേഷം നമ്മളിത് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകിട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്ന സമയങ്ങളിൽ നമ്മൾ അത് പൊട്ടി നല്ലൊരു കടുക് പൊട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ചേർക്കണം കേട്ടോ. ഇഞ്ചി നല്ല രീതിയിൽ അത് ചേർക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് പയ്യെ ഒന്ന് വഴറ്റി കൊടുക്കണത് നന്നായിരിക്കും. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇടണം കേട്ടോ. വെളുത്തുള്ളി എന്ന് പറഞ്ഞ കണ്ടൻറ്റ് നമ്മുടെ എല്ലാ പോഷകഗുണമുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് അത് കഴിഞ്ഞിട്ട് മുളക് കൃത്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പച്ചച്ചവ് മണം മാറണ വരെ നമ്മൊന്ന് പയ്യെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പച്ചച്ചവ് മണം മാറണവരെയും നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്ത് അത് കൃത്യമായിട്ട് ആ മിക്സിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തു കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി പയ്യ ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ടീസ്പൂൺ 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അത് 1 ടീസ്പൂൺ അത് ഇപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. അത് പയ്യെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് പയ്യെ ഒന്ന് ചുവമണം ഒരു പച്ച ചുവമണം മാറുന്ന വരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ കണ്ടൻറ്റ് ഒരു ഇതിൽ പിടിച്ച് വന്ന വരെയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുളക് വെള്ളമിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഇത് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ പച്ചച്ചവ് മണം മാറണ വരെയും എല്ലാത്തിൻ്റെയും ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സൂക്ഷിച്ച് കണ്ട് ഇത് ഫുള്ള് ഇതിലേക്ക് മുമ്പായിട്ട് നമ്മളത് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം കൂടി തീ കുറച്ച് വെക്കുക, ആവറേജിലിടുക. അത് ഇൻഡക്ഷൻ കുക്കറാകുമ്പോൾ ആവറേജില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് കായ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല അതിൻ്റെ ഒരു കണ്ടൻറ്റ് മാറി വന്ന വരെയും നല്ല രീതിയിൽ കായം ചേർക്കരുത്. ഗ്യാസ് ട്രബിളിനും എല്ലാത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഇത് മിക്സിങ്ങാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂര വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ട് ആ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക, വറക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ അച്ചാറിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആ കണ്ടൻറ്റ് ആ സെയിം പ്രോസസ്സിൽ വറുത്തെടുത്ത് സെയിം പ്രോസസ്സിൽ തന്നെ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ വറുത്തെടുത്ത് ഓൾറെഡി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു അച്ചാറാണിത്. അത് നമ്മൾ അതിൻ്റെ അനുസരിച്ച് കണ്ടൻറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയുണ്ട്, ഇത് മുമ്പ് നമ്മൾ ഈ മീൻ വറുത്തിരിക്കുന്ന എണ്ണ, ആ എണ്ണയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ